റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 21ാമത്തെ നിയമം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം, അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഒരു വിഡ്ഢിയായി നടിക്കുക, വിഡ്ഢികളെ പിടിക്കുക. ഈ നിയമം പറയുന്നത് നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാത്തതുപോലെ പെരുമാറുക എന്നതാണ്. നിങ്ങൾ വളരെ ബുദ്ധിമാനാണ് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഒരു വിഡ്ഢിയാണെന്ന് ആളുകൾ വിശ്വസിക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് തോന്നും. ഈ തോന്നൽ അവരെ അശ്രദ്ധരാക്കുകയും അവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തന്ത്രം നിങ്ങളുടെ യഥാർത്ഥ ബുദ്ധിശക്തി മറച്ചുവെക്കുക എന്നതാണ്. ഒരു വ്യക്തിക്ക് താൻ മറ്റൊരാളെക്കാൾ ബുദ്ധിമാനാണ് എന്ന് തോന്നുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകുകയും എളുപ്പത്തിൽ തെറ്റുകൾ വരുത്തുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാനും അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും. നിങ്ങൾ ഒരു വിഡ്ഢിയായി നടിക്കുമ്പോൾ നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ താൽപ്പര്യം നൽകും. അനുസരണ കാണിക്കുക. നിങ്ങൾ ഒരു കാര്യത്തിൽ അനുസരണ കാണിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നും. ഈ തോന്നൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വിഡ്ഢിത്തം കാരണമാണെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ഈ തന്ത്രം കാരണം അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു വിഡ്ഢിയായി നടിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ഒരു ഭീഷണിയായി കാണില്ല. ഇത് നിങ്ങൾക്ക് അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും അവരെ നിയന്ത്രിക്കാനും ഒരു അവസരം നൽകും. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യനെ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാരണ അധ്യാപകനെപ്പോലെയാണ് പെരുമാറിയത്. ചന്ദ്രഗുപ്തന് താൻ ഗുരുവിനേക്കാൾ ബുദ്ധിമാനാണെന്ന് തോന്നിപ്പിക്കാൻ ചാണക്യൻ ശ്രമിച്ചു. ഈ തോന്നൽ കാരണം ചന്ദ്രഗുപ്തൻ തന്റെ എല്ലാ രഹസ്യങ്ങളും ചാണക്യനോട് പറഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഹാരി പോട്ടർ ചില സമയങ്ങളിൽ തനിക്ക് എല്ലാം അറിയില്ല എന്ന് കാണിച്ചു. ഹെർമിയോണിക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഹാരി ഹെർമിയോണിയോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും. ഹെർമിയോണിക്ക് താൻ ഹാരിയേക്കാൾ ബുദ്ധിമതിയാണെന്ന് തോന്നി അവൾ എല്ലാ വിവരങ്ങളും ഹാരിയോട് പറഞ്ഞു. ചരിത്രം. ഒട്ടോ വോൺ ബിസ്മാർക്ക്. ജർമ്മൻ രാഷ്ട്രതന്ത്രജ്ഞനായ ബിസ്മാർക്ക് രാഷ്ട്രീയ എതിരാളികളെ നേരിടുമ്പോൾ താൻ ഒരു വിഡ്ഢിയാണെന്ന് നടിച്ചു. അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തെ ഒരു വിഡ്ഢിയായി കാണുമ്പോൾ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകും. ഈ ആത്മവിശ്വാസം അവരെ എളുപ്പത്തിൽ തെറ്റുകൾ വരുത്താൻ പ്രേരിപ്പിച്ചു. ഈ സമയത്ത് ബിസ്മാർക്ക് അവരുടെ തെറ്റുകൾ ഉപയോഗിച്ച് വിജയിച്ചു. സിനിമ. ശിവാജി ദി ബോസ്. ശിവാജി എന്ന കഥാപാത്രം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നേരിടുമ്പോൾ അദ്ദേഹം ഒരു സാധാരണക്കാരനെപ്പോലെയാണ് പെരുമാറിയത്. അഴിമതിക്കാർക്ക് ശിവാജിക്ക് പണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തോന്നി. ഈ തോന്നൽ കാരണം അവർ അവരുടെ അഴിമതിയെക്കുറിച്ച് ശിവാജിയോട് തുറന്നു പറഞ്ഞു. ഈ വിവരങ്ങളാണ് ശിവാജിക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചത്. ചരിത്രം. ഫ്രാൻസിസ് ഡ്രേക്ക്. സമുദ്രസഞ്ചാരിയായിരുന്ന ഫ്രാൻസിസ് ഡ്രേക്ക് സ്പെയിനിനെതിരെ പോരാടുമ്പോൾ അദ്ദേഹം സ്പാനിഷ് കപ്പലുകളെക്കാൾ ചെറിയ കപ്പലുകൾ ഉപയോഗിച്ചു. സ്പെയിനിന് തങ്ങൾ ഡ്രേക്കിനേക്കാൾ ശക്തരാണെന്ന് തോന്നി. ഈ തോന്നൽ കാരണം സ്പെയിൻ അശ്രദ്ധരായി. ഇത് ഡ്രേക്കിന് അവരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ സഹായിച്ചു. സിനിമ. ഫോറസ്റ്റ് ഗംപ് എന്ന സിനിമയിലെ നായകൻ വളരെ ലളിതനാണെന്ന് തോന്നുന്നു. എന്നാൽ അദ്ദേഹം വലിയ വിജയങ്ങൾ നേടുന്നു. ആളുകൾക്ക് ഫോറസ്റ്റിനെ ഒരു വിഡ്ഢിയായി കാണുമ്പോൾ അവർക്ക് അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ താൽപ്പര്യമുണ്ടാകുന്നു. ചരിത്രം. ക്ലിയോപാട്ര തന്റെ അധികാരം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ജൂലിയസ് സീസറോട് നിങ്ങൾ എന്നെക്കാൾ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ ജൂലിയസ് സീസറിന് ക്ലിയോപാട്രയേക്കാൾ ബുദ്ധിയുണ്ടെന്ന് തോന്നിപ്പിച്ചു. ഈ തോന്നൽ കാരണം ജൂലിയസ് സീസർ ക്ലിയോപാട്രയെ വിശ്വസിച്ചു. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ തനിക്ക് എല്ലാം അറിയില്ല എന്ന് കാണിച്ചു. ഇത് എതിരാളികളെ കൂടുതൽ സംസാരിക്കാൻ പ്രേരിപ്പിച്ചു. എതിരാളികൾ സംസാരിക്കുമ്പോൾ ഡോണിന് അവരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. ചില സമയങ്ങളിൽ ചർച്ചിൽ തന്റെ എതിരാളികളെ വിഡ്ഢികളാക്കി. അദ്ദേഹം തനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് കാണിച്ചു. ഈ തോന്നൽ കാരണം എതിരാളികൾക്ക് അദ്ദേഹത്തെക്കാൾ ബുദ്ധിയുണ്ടെന്ന് തോന്നി അവർ തങ്ങളുടെ തന്ത്രങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ്. ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കുമ്പോൾ ഗംഗയുടെ ഭർത്താവ് ഡോക്ടറോട് നിങ്ങൾ ഗംഗയുടെ മനസ്സിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുപോലെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. ഡോക്ടർ സണ്ണിക്ക് അത് ഇഷ്ടമാണ്. കാരണം ഗംഗയുടെ കുടുംബത്തിന് താൻ ഒരു ഭീഷണിയല്ല എന്ന് തോന്നാൻ ഇത് സഹായിക്കുന്നു. ഈ തോന്നൽ കാരണം അവർക്ക് ഡോക്ടറെ വിശ്വസിക്കാൻ കഴിയും.